ഹലോ, എല്ലാവർക്കും LLP ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾസ് ഓഫ് ക്രിമിനോളജിയെ കുറിച്ചിട്ടാണ്. സ്കൂൾസ് ഓഫ് ക്രിമിനോളജി സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ക്ലിനിക്കൽ സ്കൂളാണ്. ഈ ക്ലിനിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ തിയറിയുടെ മെയിൻ എക്സ്പോണൻസ് എന്ന് പറയുന്നത് എറ്റിൻ സ്റ്റീലും അതുപോലെ ആൻഡേഴ്സണും ആണ്. ഈ സ്കൂൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതോറിറ്റി ഈ ക്രിമിനൽ ബിഹേവിയർ കറക്റ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ഈ ഒരു മെഷേഴ്സിനോടൊന്നും പോസിറ്റീവായിട്ട് ഇവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഇവരുടെ ഈ ക്രിമിനൽ ബിഹേവിയർ മാറ്റാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇവരെ പണിഷ് ചെയ്യണം. സോ ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റോ അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫോ കൊടുത്തിട്ടായിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാട് കടത്തുന്നതിനാണ്. Those who are merely a victim of social condition should be subjected to correctional methods such as probation, parole and open air camps. സോ ചില ആൾക്കാരുണ്ടാവും സാഹചര്യം മൂലം ക്രൈം കമ്മിറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷൻ കാരണം ഇതിന് ഇരയായിട്ടുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. സോ അങ്ങനത്തെ ആൾക്കാരെ കറക്ഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. സോ ആ കറക്ഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് പ്രൊബേഷൻ വഴിയോ അല്ലെങ്കിൽ പരോള് കൊടുത്തിട്ടോ അതല്ലെങ്കിൽ ഓപ്പൺ എയർ ക്യാമ്പ്സ് സംഘടിപ്പിച്ചിട്ടോ ആയിരിക്കണം. Main theme of this school is that personality of man is a combination of internal and external factors. സോ ഈ സ്കൂൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അതല്ലെങ്കിൽ ഈ രണ്ട് ഫാക്ടേഴ്സിന്റെ ഒരു കോമ്പിനേഷനാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജന്മന അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അയാൾ പുറത്തു നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അതായത് മറ്റുള്ള എൻവയൺമെന്റൽ ഫാക്ടേഴ്സിനെയാണ് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Therefore, punishment should depend upon personality of the offender. സോ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പണിഷ് ചെയ്യുന്ന സമയത്ത് അയാളുടെ പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം പണിഷ്മെന്റ് കൊടുക്കേണ്ടത്. അതായത് പ്രിസണേഴ്സിന് ഒഫൻഡേഴ്സിന് പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്നാണ് ഈ തിയറി പറയുന്നത്. According to this school, criminal is a result of biological inheritance by which he has been exposed from childhood to the time of commission of crime. സോ ഈ ഒരു സ്കൂൾ പ്രകാരം ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ക്രിമിനൽ ബിഹേവിയർ എന്ന് പറയുന്നത് അയാൾ ബയോളജിക്കലി ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഇതായിരിക്കണം. അതായത് ഒരു വ്യക്തിക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ജീനിലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കണം അയാൾ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ സ്കൂൾ പറയുന്നത്. അതുപോലെ തന്നെ അയാളുടെ കുട്ടിക്കാലം തൊട്ടിട്ട് ഈ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് ആ സമയം വരെ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ അയാളെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ളതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ ക്രൈം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്വഭാവം അയാൾ ബയോളജിക്കലി ഇൻഹെറിറ്റ് ചെയ്തത് കൊണ്ട് ആണ്. അതുപോലെ തന്നെ അയാളുടെ ചെറുപ്പകാലം തൊട്ടിട്ട് ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്തിന്, ഈ ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ റാഷണൽ സ്കൂളിനെ കുറിച്ചിട്ടാണ്. ഈ തിയറി പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിലെ ചീത്ത സ്വഭാവമുള്ള ആൾക്കാരുമായിട്ടാണ് കൂട്ടെങ്കിൽ ഈ വ്യക്തിയും അതേപോലെ ചീത്ത സ്വഭാവമുള്ളവനായി തീരാൻ സാധ്യത ഏറെയാണ് എന്നാണ് ഈ സ്കൂൾ മുന്നോട്ട് വെക്കുന്ന ആശയം. സോ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ക്രൈം കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. നേരെ മറിച്ച് ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്നാണ് ഈ സ്കൂൾ പറയുന്നത്. ഈ ഒരു തിയറി പലവർക്കും മുൻപ് തന്നെ കേട്ട് പരിചയമുള്ളതായിരിക്കാം. നമ്മുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ തന്നെ നീ അവൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് നീ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്, അവൻ്റെ കൂട്ടുകൂടിയത് കാരണമാണ് നീ ഇത്ര മോശപ്പെട്ടവനായത് എന്നൊക്കെ നമ്മൾ ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നുള്ളതൊക്കെ ചിലവരെങ്കിലും കേട്ടിട്ട്
തഴമ്പിച്ച കാര്യങ്ങളായിരിക്കാം. സോ ആ ഒരു കാര്യവും ഈ തിയറിയുമായിട്ട് നമുക്ക് കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. The main proponent of the school is Edwin Sutherland, and he contributed the theory of differential association. So ഈ സ്കൂളിന്റെ മെയിൻ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് എഡ്വിൻ സദർലാൻഡ് ആണ്. അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ഡിഫറൻഷ്യൽ അസോസിയേഷനിലൂടെ 9 പോയിന്റ്സ് ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓൾ ക്രിമിനൽ ബിഹേവിയർ ഈസ് ലേൺഡ്. അതായത് ഒരു മനുഷ്യനും ജന്മനാ കുറ്റവാളിയാവുന്നില്ല, എല്ലാവരും ക്രിമിനൽ ബിഹേവിയർ മറ്റൊരു വ്യക്തിയിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. രണ്ടാമതായിട്ട് ലേൺ ത്രൂ ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ് ബൈ കമ്മ്യൂണിക്കേഷൻ. സോ മറ്റൊരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ഈ ക്രിമിനൽ ബിഹേവിയർ അയാളിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായിട്ട് മോസ്റ്റ് ലേണിംഗ് ഓഫ് ക്രിമിനൽ ബിഹേവിയർ ഹാപ്പൻസ് ഇൻ ഇന്റിമേറ്റ് പേഴ്സണൽ ഗ്രൂപ്പ്സ് ആൻഡ് റിലേഷൻസ്. നമ്മൾ അടുത്തിടപഴകുന്ന ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അടുത്തിടപഴകുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഈ ക്രിമിനൽ ബിഹേവിയേഴ്സ് പഠിച്ചെടുക്കുന്നത്. നാലാമതായിട്ട് the studying of criminal behavior involves learning techniques of committing crime and rationalization that would justify criminal activity and the attitudes necessary to orient an individual towards such activity. സോ ഈ ക്രിമിനൽ ബിഹേവിയർ പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യും. അതായത് എങ്ങനെ ഈ ക്രൈം കമ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ച് ക്രൈം കമ്മിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഈ ചെയ്ത ക്രൈമിനെ എങ്ങനെ നമുക്ക് വെള്ളപൂശി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാം, അതായത് നമ്മൾ ചെയ്ത തെറ്റിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് കീപ്പ് ചെയ്യേണ്ടത്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ക്രിമിനൽ ബിഹേവിയർ പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത്. അഞ്ചാമതായിട്ട് ദ ലേണിംഗ് ഈസ് ഡയറക്ഷണൽ എയ്തർ ഫോർ ഓർ എഗെയിൻസ്റ്റ്. അഞ്ചാമതായിട്ട് പറയുന്നത് ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഡയറക്ഷണൽ ആണ്. അതായത് ഒന്നെങ്കിൽ ഒരാൾക്ക് എതിരെ ആവാം, അതല്ലെങ്കിൽ എതിരെ അല്ലാണ്ട്, അതായത് ഫോർ ഓർ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. A person becomes a criminal because of frequent criminal pattern. ഈ ഒരു കാര്യം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു അച്ഛനും മകനും ഉണ്ട്. ഈ അച്ഛൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. സോ ഈ മകൻ ഡെയിലി കാണുന്നത് അച്ഛൻ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതാണ്. സോ സ്വാഭാവികമായിട്ടും എന്നും ഈ അച്ഛൻ ഈ സാധനം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഈ മകനും അതിനോടൊരു ആസക്തി തോന്നും. മകനും ഭാവിയിൽ ചിലപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയേക്കാം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ ഡെയിലി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇടപഴകുമ്പോൾ ആ വ്യക്തിയും ഒരു ക്രിമിനൽ ആയി മാറും. ഇപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കാൻ പോവുകയായിരിക്കും. സോ ഈ വ്യക്തി ജസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ വാച്ച്മാൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ, അല്ലെങ്കിൽ കാവൽ നിൽക്കാൻ വേണ്ടി മാത്രമാവുമായിരിക്കും പോകുന്നുണ്ടാവുക. ബട്ട് ഇയാളും ആ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ്. സോ ഭാവിയിൽ ഇയാളും ഒരു വലിയ ക്രിമിനൽ ആയി മാറും എന്നാണ് ഈ തിയറിയിലെ ആറാമത്തെ പോയിന്റ് പറയുന്നത്. ഏഴാമതായിട്ട് ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫ് ഡിഫറൻഷ്യൽ അസോസിയേഷൻ വാരി ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. സോ ഡിഫറൻഷ്യൽ അസോസിയേഷനിലെ പല വ്യക്തികൾക്കും പല ലേണിംഗ് എക്സ്പീരിയൻസസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതായത് ചിലവരുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുതൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ക്രൈം ആയിരിക്കാം. ചില ആൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ കമ്മിറ്റ് ചെയ്യുമായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഇൻറ്റൻസിറ്റി ഹൈ ഇൻറ്റൻസിറ്റി ആയിരിക്കും. എന്നാൽ ചില ആൾക്കാർക്ക് അത്ര ഇൻറ്റൻസിറ്റി ലെവൽ ഉണ്ടാവുമായിരിക്കില്ല. സോ ഓരോ വ്യക്തികൾക്കും, അതായത് ഡിഫറൻഷ്യൽ അസോസിയേഷനിലെ ഓരോ വ്യക്തികൾക്കും ഓരോ ലേണിംഗ് എക്സ്പീരിയൻസസ് ആയിരിക്കും ലഭിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. സൗണ്ട് ഒന്ന് പോയിട്ടുണ്ട്. എട്ടാമതായിട്ട് ഓൾ ബിഹേവിയർ ഈസ് ലേൺ യൂസിങ് സിമിലർ പ്രോസസ്. എട്ടാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരേപോലത്തെ പ്രോസസ്സാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. എന്തിന്? എല്ലാ തരത്തിലുള്ള ബിഹേവിയർ പഠിച്ചെടുക്കാനും എന്നാണ് പറയുന്നത്.
അതായത് സിമിലർ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ എല്ലാ ബിഹേവിയറും പഠിച്ചെടുക്കുന്നത്. ഒമ്പതാമതായിട്ട് ജനറൽ നീഡ് ഈസ് നോട്ട് എ സഫിഷ്യൻറ്റ് റീസൺ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ചെയ്തിട്ട് പറയാണ് ഇന്ന കാര്യങ്ങൾ മൂലമായിരുന്നു ഞാനിത് ചെയ്തത്, അതല്ലെങ്കിൽ പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ജസ്റ്റിഫയബിൾ റീസൺ അല്ല, അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് റീസൺ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോഷ്യലിസ്റ്റ് സ്കൂളാണ്. മാർക്സിസ്റ്റ് സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. സോ ഈ ഒരു തിയറി പ്രകാരം ഒരു സൊസൈറ്റിയിലെ എല്ലാതും ഈക്വലിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഒരു പെർട്ടിക്കുലർ വ്യക്തി തൻ്റെ കുത്തകയാണ് ഇത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് സൊസൈറ്റിയിൽ പോവർട്ടിയും ഇന്നിക്വാലിറ്റിയും ഒക്കെ ഉണ്ടാവുന്നത് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഈ ഇന്നിക്വാലിറ്റി മൂലവും അതുപോലെ തന്നെ പോവർട്ടി മൂലമോ ആണ് ആൾക്കാർ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ സോഷ്യലിസ്റ്റ് സ്കൂള് അവകാശപ്പെടുന്നത്. സോ സോഷ്യലിസ്റ്റ് സ്കൂള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആവുമ്പോഴാണ് സൊസൈറ്റിയിൽ പോവർട്ടിയും ഇന്നിക്വാലിറ്റിയും വരുന്നത്. സോ ആ ഇന്നിക്വാലിറ്റിയും പോവർട്ടിയും മൂലമാണ് പീപ്പിൾസ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്ലിനിക്കൽ സ്കൂൾ, സോഷ്യോളജിക്കൽ സ്കൂൾ, അതുപോലെ സോഷ്യലിസ്റ്റ് സ്കൂളിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.